വണ്ടിത്താവളം ചന്ദനക്കുടം നേർച്ച ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വണ്ടിത്താവളത്തെ വിവിധ മഹല്ല് ദേശങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷത്തിൽ നിരവധി പേർ ജാതിമത ഭേദമന്യേ പങ്കുകൊണ്ടു. വണ്ടിത്താവളം, വേമ്പ്ര, ഏന്തൽപാലം, 40 അടി തുടങ്ങിയ ദേശങ്ങളിൽ നിന്നുള്ള നേർച്ചകൾ സംഗമിച്ചാണ് ആഘോഷം നടത്തിയത്. കാലങ്ങളായി പൂർവികർ നടത്തിവരാറുള്ള ചന്ദനക്കുടം നേർച്ച ഇത്തവണയും ഗംഭീരമായി നടത്താൻ കഴിഞ്ഞതായി നേർച്ച സംഘാടകർ അറിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് എട്ടൂര് മഹല്ല് എന്ന് പറയുന്ന അത്തിമണി മുതൽ ഏന്തൽപാലം, വേമ്പ്ര, നാവുക്കോട്, അതുപോലെ വണ്ടിത്താവളം തുടങ്ങിയ മഹല്ലുകൾ ഒരുമിച്ച് നടത്തുന്ന ചുള്ളിപ്പെരുക്കമേട് നടത്തുന്ന ഒരു ദേശത്തിൻ്റെ ഒരു ഉത്സവമായിരുന്നു കാലങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മോദി സാഹിബ് എന്ന് പറയും പള്ളിയുടെ ആ മോദി സാഹിബ് പുലർച്ചെ ഈ പുലർച്ചയ്ക്കൊരു മെരവണയുണ്ട്. ആ മെരവണയുടെ മുൻപായി ഈ മോദി സാഹിബിൻ്റെ തലയിൽ ഒരു മൺകുടം ഇട്ട് ഒരു ചന്ദനം അതിൽ വയ്ക്കുകയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആ മോദി സാഹിബ് ഇവിടെ നിന്ന് ആ മെരവണയോടൊപ്പം തന്നെ 40 അടി ദീർഘ എന്നുള്ളൊരു പ്രദേശത്ത്, അതായത് തങ്കം തിയേറ്ററിന് സമീപമുള്ള 40 അടി ദീർഘ പ്രദേശത്ത് എത്തുകയും ഇവിടെ നിന്ന് ആ മെരവണയോടൊപ്പം പോയി അവിടെ നിന്ന് ആ തുമ്പിൾ മരമുണ്ട്. ആ തുമ്പിൾ മരത്തിന് ചുറ്റും 3 തവണ വരുമ്പോഴേക്കും തന്നെ ആ കുടം നിറഞ്ഞ് കവിയും എന്നുള്ള ഒരു ഐതിഹ്യത്തിൻ്റെ പേരിലായിരുന്നു ഈ ചന്ദനക്കുട മഹോത്സവം ഇതുവരെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. ഈ ചിന്നമരസ ഔലിയ ചന്ദനക്കുട നേർച്ച എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഞങ്ങൾ ഈ ചുള്ളിപ്പെരുക്കമ്മയുടെ മഹലത്തിന് വേണ്ടി 7 ഊര് ചേർന്ന ഈ ജമാഅത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടങ്ങിക്കിടക്കുന്ന ചിന്നമരസ ഔലിയ, അതുപോലെ അപ്പുറത്ത് കിടക്കുന്ന 40 അടി ഔലിയ, ഇവരൊക്കെ കടൽ കടന്ന് വന്ന് ദീനീ പ്രബോധനം നടത്തി ഇവിടെയുള്ള ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ദർജാത്തുകൾ വളർത്തിക്കൊണ്ടുവന്നതുകൊണ്ട് അവരുടെ പോരിഷ എന്നും വളർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും സാഹോദര്യവും മത സൗഹാർദ്ദവും എല്ലാം നിലനിർത്തി കൊണ്ടുപോയി ഒരു സൗഹാർദ്ദം നിലയ്ക്ക് കൊണ്ടുപോകുന്ന ഇത് മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന പരിപാടിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പൈസയോ മറ്റ് കാര്യങ്ങളോ സ്പോൺസർ ചെയ്യുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ അവരുടെയും കൂടെ ചേർന്ന് ഞങ്ങളിത് അത്രയും മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കൂടി കഴിഞ്ഞ 1000 ആൾക്കുള്ള അന്നദാനം അടക്കം ഈ 40 അടി മക്വയിൽ ഈ ദർഗയിൽ വെച്ച് അന്നദാനം വിതരണം ചെയ്യും. 40 അടി ദർഗാവാണ്. ഇത് മകാൻപട വന്നിട്ട് 300-400 വർഷമായിരുന്നു. പൂർവികാല ആൾക്കാർ പറഞ്ഞ് കേട്ടതാണ്. നമ്മുടെ അച്ഛന്മാരായിട്ട് പറയുന്ന ഒരു ചരിത്രമാണ്, അച്ഛന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. ചന്ദനവും വെള്ളവും നിറച്ച ചന്ദനക്കുടം തലയിലേന്തിയാണ് നേർച്ച പ്രയാണം നടത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.